കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 3-ാം വർഷ വിദ്യാർത്ഥിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഹോസ്റ്റൽ വാർഡനുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് സഹപാഠികൾ പറയുന്നു. എണീറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വാർഡൻ വന്നിട്ട് മാഡംസിൻ്റെ അടുത്ത് പറഞ്ഞു. മാഡംസ് നിങ്ങൾ 1 മണി വരെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചു. അത് ചോദിക്കാൻ വേണ്ടി അവൾ കയറിപ്പോയതിന് അവളെ ഒരുപാട് ഷൗട്ട് ചെയ്ത് അവൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഇമോഷണലാവും. എന്തെങ്കിലും വിഷമം വന്നാൽ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റണമെന്നുണ്ടാവില്ല. അങ്ങനെ ആ ഒരു കാര്യത്തിൽ തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് അവൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വാർഡനോട് ഞാൻ ഷൗട്ട് ചെയ്തിരുന്നു എന്ന് എന്നോട് സാന്ദ്രയോട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവസാനമായിട്ട്. അവർ രണ്ടുപേരും സാക്ഷികളുണ്ട്. അരുൺ പാറയ്ക്കൽ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പത്തനംതിട്ടയിൽ നമുക്കറിയാം അമ്മു എന്ന നഴ്സിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സംഭവം, അതിൽ അവിടുത്തെ വാർഡനുമായൊക്കെയുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ സഹപാഠികളുമായുള്ള പ്രശ്നങ്ങളൊക്കെ വാർത്തയായതാണ്. ഇപ്പോൾ കാസർഗോഡത്തെ ഈ പ്രശ്നം എന്താണ്? ഹോസ്റ്റൽ വാർഡനുമായി ഈ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സഹപാഠികൾ പറയുന്നുണ്ട്. ഈ ആത്മഹത്യാശ്രമം നടത്തിയ കുട്ടിയുടെ ആരോഗ്യനില കൂടി എന്താണ് ഇപ്പോൾ? പ്രജിൻ, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഈ കുട്ടി കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ ഹോസ്റ്റൽ റൂമിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി, മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. കുട്ടി ഇപ്പോൾ നിലവിലുള്ളത് വെന്റിലേറ്ററിലാണ്. ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ലെന്ന് ആശുപത്രി വൃത്തങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി മാനേജ്മെന്റിനെതിരെയും ഹോസ്റ്റൽ വാർഡിനെതിരെയും വ്യാപകമായ പ്രതിഷേധം പുറത്തു വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുൻപിൽ, അതായത് ഈ നഴ്സിംഗ് കോളേജിന് മുൻപിൽ പ്രതിഷേധത്തിലാണ്. മാനേജ്മെന്റും ഹോസ്റ്റൽ വാർഡനും ഈ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്നാണ് പറയുന്നത്. പാണത്തൂർ സ്വദേശിയാണ് ഈ ചൈതന്യ. 20 വയസ്സാണ്, 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇന്നലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഹോസ്റ്റൽ വാർഡനും അതുപോലെ തന്നെ മാനേജ്മെന്റുമായും ഈ കുട്ടി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി. അതിനുശേഷമാണ് ഈ ആത്മഹത്യാ ശ്രമം ഉണ്ടായതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. പക്ഷേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഭാഗമെന്ന് പറയുന്നത് കുട്ടിക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ ആത്മഹത്യാ ശ്രമം നടത്തിയതെന്ന് മാനേജ്മെന്റ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നു ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഹോസ്റ്റൽ റൂംമേറ്റ്സ് അവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഹോസ്റ്റൽ വാർഡനും അതുപോലെ തന്നെ മാനേജ്മെന്റിലെ ചിലരും തമ്മിലുള്ള പ്രശ്നമാണ് ഈ ചൈതന്യയുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഭവ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് എത്തി ഈ വിദ്യാർത്ഥിനികളുമായി ചർച്ച നടത്തുകയാണ്. മാനേജ്മെന്റ് കൃത്യമായ വിവരങ്ങൾ പുറത്തു പറയുന്നില്ല എന്നതും പ്രതിഷേധാർഹമാണെന്ന് കുട്ടികൾ പറയുന്നു. ജില്ലാ കളക്ടറെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ ജില്ലാ കളക്ടറും വ്യക്തമായ ഒരു മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല. കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നു. പ്രജിൻ, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ചൈതന്യ എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയാണ്, നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. അവിടെ സമരം ചെയ്യുന്ന മറ്റു സഹപാഠികളോടും അവിടുത്തെ വിദ്യാർത്ഥിനികളോടും ഇപ്പോൾ പോലീസ് എത്തി സംസാരിക്കുന്നു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ സമരവുമായി രംഗത്ത് തുടരുകയാണ് വിദ്യാർത്ഥികൾ.